ഇന്നത്തെ നമ്മുടെ വീഡിയോ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിഴങ്ങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഒരേ രീതിയിലൊക്കെ കിഴങ്ങ് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ഈ രീതിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് വേണം. ഒരു മീഡിയം സൈസിൽ വരുന്നതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുത്തിട്ട് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്ത് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 സവാളയും ചെറിയ 3 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി 3 പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നിച്ചിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചോപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങ് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ ആ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നമ്മൾ ഇതിൽ തന്നെ ഇട്ടിട്ട് ഒന്നങ്ങ് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക. ഇനി ഒരു പാൻ ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് സാധാരണ കറിക്ക് മുറിക്കുന്ന പോലെ വലിയ പീസായിട്ട് മുറിക്കേണ്ട. ഒന്ന് കനം കുറച്ച് നീളത്തിൽ മുറിച്ചിട്ട് പിന്നെ ഒന്ന് ഇങ്ങനെ സൈഡ് ചരിച്ച് മുറിച്ചെടുക്കില്ല. ആ ഒരു രീതിയിൽ മതിയിട്ട് അധികം കട്ടിയില്ലാതെ എന്നാൽ ഒരുപാട് നീളമൊന്നും ഇല്ലാത്ത രീതിയിൽ. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു കിഴങ്ങിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതോടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ, എന്നാൽ ഫുള്ളായിട്ട് വേവിക്കുന്നില്ല, കുറച്ച് നമ്മൾ ഗ്രേവിയിലിട്ടിട്ട് ബാക്കി വേവിച്ചെടുക്കാം. അത്യാവശ്യം ഇതുപോലെ ഒരു പകുതി വേവാവുന്ന സമയത്ത് ഇത് എടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചൂടാക്കി എടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് അങ്ങ് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വഴന്ന് റെഡിയായി കിട്ടിക്കോളും. അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചോപ്പറിലിട്ട് ചെയ്തുകൊണ്ട് തന്നെ പണി എളുപ്പത്തിലായി കിട്ടും കേട്ടോ. കുറച്ച് സമയം മതിയാവും. കാരണം ഉള്ളിയും തക്കാളിയൊക്കെ പെട്ടെന്ന് അങ്ങ് വഴന്ന് റെഡിയായി കിട്ടിക്കോളും. ഒന്നും സെപ്പറേറ്റ് വഴറ്റാതെ തന്നെ നല്ല ഉഷാറായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഈ ഒരു രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്നങ്ങ് ചൂടാക്കി എടുക്കുക. ഇനി മസാലപ്പൊടികളായിട്ടൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ചെറിയ സ്പൂണിലാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് കുരുമുളക് പൊടിയാണ് വേണ്ടത്. ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 2 to 2.5 വരെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മിക്സാക്കി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. മുളക് പൊടി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നില്ല. ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റ് തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത് ഈ കറിയിൽ കേട്ടോ. അപ്പോൾ ഇതും കൂടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അത്യാവശ്യം നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക. മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് പോയിക്കോട്ടെ. ഈ ഒരു രീതിയിൽ എല്ലാം ഇതുപോലെ മിക്സാക്കി എടുത്ത ശേഷം ഇനി നമ്മൾ ആദ്യം വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു കിഴങ്ങുണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി എടുക്കുക. ശരിക്കും ഇതുപോലെ തന്നെ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് മിക്സാക്കി എടുത്തിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ചൊരു ഗ്രേവി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 to 2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് ലൂസ് ആവണ്ട, എന്നാലും ആ ഒരു കിഴങ്ങ് പകുതിയും കൂടെ ഒന്ന് തിളച്ച് വെന്ത് വരാനുണ്ടല്ലോ. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. കാരണം കിഴങ്ങ് ഓൾറെഡി പകുതി മുക്കാലോളം വെന്തിട്ടുള്ളതാണ്. പിന്നെ ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കുന്ന സമയത്ത് കിഴങ്ങ് പാകത്തിന് വെന്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ. ഇപ്പോൾ നോക്കുന്ന സമയത്ത് കിഴങ്ങൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അധികം കട്ടിയില്ലാതെയല്ല മുറിച്ചിട്ടുള്ളൂ. പിന്നെ ഒരുപാട് വെന്ത് ഉടയേണ്ട ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്നങ്ങ് പാകത്തിന് വേവായി കിട്ടിയാൽ മതിയാകും. അപ്പോൾ ഈ സമയത്ത് തന്നെ കറി നമ്മൾ ആ ഒരു കുരുമുളക് ഇട്ട കറീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ എല്ലാ ടേസ്റ്റും കൂടെ ഒന്ന് ബാലൻസ് ആയിട്ട് കുറച്ചുകൂടെ നല്ലൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/2 to 1/4 കപ്പിൻ്റെ അടുത്ത് വരെ ഒഴിച്ചു കൊടുക്കാം. എളുപ്പത്തിന് വേണമെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ പൊടി മിക്സാക്കി ഒഴിച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതോടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ഒന്നുകൂടെ അങ്ങ് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഗ്രേവി ഒരുപാട് കൂടുതൽ വേണ്ട കേട്ടോ. കാരണം ഈ ഒരു ഗ്രേവി മതിയാവും. ഇത് തന്നെ ഒരു ഇത്തിരി സമയം കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോഴേക്കും ഒന്നുകൂടെ കുറുകും. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഈ ഒരു തേങ്ങാപ്പാൽ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റും എല്ലാം ഒന്ന് ബാലൻസായി കിട്ടുകയും ചെയ്യും. നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റും കിട്ടിക്കോളും. അപ്പോൾ കറി അത്യാവശ്യമൊക്കെ ഒന്ന് തിളച്ച് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ലാസ്റ്റ് ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒരു ടീസ്പൂണൊക്കെ മതി, കൂടുതലൊന്നും വേണ്ട. അതുകൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചെറുതായി മുറിച്ചത്, അത് നിർബന്ധമില്ല. വേണമെങ്കിൽ ഒരു ഇത്തിരി, ഒരുപാട് എന്തായാലും വേണ്ട, വളരെ കുറച്ച് അതുകൂടെ ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുത്താൽ നമ്മുടെ കറി റെഡി. നല്ല ചൂടോടുകൂടി തന്നെ ഇപ്പം തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചല്ലേ ഒന്നങ്ങ് കുറച്ച് സമയം ഇരുന്നിട്ട് ഇത്തിരി കൂടെ ഒന്ന് കുറുകി സെറ്റാകുമ്പോൾ കുരുമുളകിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഒതുങ്ങി നല്ലൊരു സൂപ്പർ ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ.
ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിഴങ്ങ് വെച്ചിട്ട് എപ്പോഴും ഒരേ രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ഈസി ടേസ്റ്റി ആയിട്ടുള്ള കറി കൂടിയാണ്. ആ ഒരു ചോപ്പറിലൊക്കെ ഇട്ട് സവോളയൊക്കെ ആക്കി എടുക്കും കൂടി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എപ്പോഴെങ്കിലും ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യേണ്ട കാര്യം കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്